ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഒരു പ്രത്യേക അതിഥിയുണ്ട്. ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ ആ സസ്പെൻസ് തീർക്കുകയാണ്. മന്ത്രിമന്ദിരത്തിലാണ്. മന്ത്രി ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്വന്തം ബിന്ദു മിനിസ്റ്ററാണ്, ബിന്ദു കൃഷ്ണ മിനിസ്റ്ററാണ്. പക്ഷേ ഞങ്ങൾ കൊല്ലത്തുകാർക്ക് ബിന്ദു ചേച്ചിയാണ്. അതാണ് ഒരു പ്രത്യേക സുഖം. പ്രത്യേകിച്ചും ഈ വകുപ്പുകളെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന തൊഴിൽ, വനിതാ, ശിശു വികസന, ക്ഷീരവികസന, ക്ഷീര സഹകരണ, മൃഗസംരക്ഷണ, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല വകുപ്പ് മന്ത്രി. ഈ വകുപ്പുകളൊക്കെ തന്നെ ഓർത്തിരിക്കാൻ ഇച്ചിരി പാടാണ് അല്ലേ? ഈ വകുപ്പുകളൊക്കെ എങ്ങനെയുണ്ട് ഓണമായിട്ട്? എല്ലാം സന്തോഷം. എല്ലാവർക്കും ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതിൽ, ഉത്സവത്തെയും ബോണസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എല്ലാം കൊണ്ട് ഇന്ന് തിരുവോണമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഇന്ന് ഉച്ചവരെ വീട്ടിൽ സദ്യയും കാര്യങ്ങളും എല്ലാം ഒക്കെ ചെയ്ത് കുടുംബാംഗങ്ങളുമായിട്ട് ഓണം ഉണ്ടതിന് ശേഷം പിന്നെ പുറത്തിറങ്ങി പൊതുപരിപാടികളും ബന്ധുവീടുകൾ എല്ലാം പരമാവധി ഓടുക എന്നുള്ളതാണ്. പ്രസ്തുത ഓണത്തിന് നല്ലൊരു ഇരട്ടി മധുരമാണ് അല്ലേ? ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇന്ന് അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു തുടക്കം അല്ലേ? അതെ, തീർച്ചയായും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കേരളം പുതുയുഗത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് ഏറെ അഭിമാനം. പ്രത്യേകിച്ചും സാധാരണ ഈ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് തൊഴിൽ മേഖലകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അഭിമാനിക്കാം അല്ലേ? തീർച്ചയായും വളരെ നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ ചർച്ച ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. മന്ത്രിതലത്തിൽ നടത്തേണ്ട ചർച്ചകളെല്ലാം തന്നെ നടത്തി പൂർത്തിയാക്കി. അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ഇത്തവണത്തെ ഓണം. അപ്പോൾ നമുക്ക് ബാക്കി ഓണത്തിൻ്റെ വിശേഷങ്ങളോടൊക്കെ അല്ലേ? എല്ലാവരും റെഡി? എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അല്ലേ? മോനുണ്ട്. മോന് പക്ഷെ പനി, കണ്ണിനൊരു ഇൻഫെക്ഷനുമായിട്ട്. ഓക്കെ. ചേച്ചി മാത്രമല്ല, കുടുംബം മുഴുവനുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടാണ് ഇന്നത്തെ തിരുവോണ സദ്യ. അപ്പോൾ ഇത് ബിന്ദു ചേച്ചിയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് കൃഷ്ണകുമാരേട്ടനാണ്. അത്രയൊരു ബന്ധമാണ്. ചേട്ടാ, ആദ്യം തന്നെ ഓണാശംസകൾ. തീർച്ചയായിട്ടും ഒരു മന്ത്രിമന്ദിരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ പോരാട്ടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പൊതുപ്രവർത്തന രംഗത്ത് അറിയാമല്ലോ, പ്രതിസന്ധികളിൽ നിന്നും അങ്ങനെ തളരാതെ മുന്നോട്ട് പോയതിൻ്റെ ഒരു വലിയ ജനപിന്തുണയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഉന്നതിയിലെത്തുവാനും നമ്മുടെ പാർട്ടിയും പാർട്ടി നേതൃത്വവും നിയോഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 100 ദിവസം ആയി ഏറ്റവും സാധാരണക്കാരുടെ ജനങ്ങളെ വിഷയങ്ങളിൽ ഇടപെടുക, അവരെ സഹായിക്കുക എന്നുള്ള ഒരു ആഗ്രഹം അത് നിലനിർത്തിയുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനനുസൃതമായ നിലയിൽ ഈ ഓണക്കാലം കേരളത്തിലെ ജനങ്ങൾ സമൃദ്ധിയുടെ ഒരു ഓണക്കാലമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സമൃദ്ധിയുടെ ഒരു ഓണമാണ് ഇത്തവണ കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും ഇവിടെ നിൽക്കുമ്പോഴും ഉണ്ട്. ചേച്ചി, കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ടാവും അല്ലേ? തീർച്ചയായും. ഏതൊരു മലയാളിയെ പോലെ ഞങ്ങൾക്ക് കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് ഒരുപാട് നിറമുള്ള ഓർമ്മകളാണ്. എത്ര സന്തോഷകരമായിരുന്നു ആ ദിവസങ്ങൾ. പ്രത്യേകിച്ചും ഇന്നത്തെ പോലെ എല്ലാ ഭക്ഷണവും എപ്പോഴും കിട്ടുകയില്ല. പരിമിതമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഓണം എന്ന് പറഞ്ഞാൽ ഒരു പരിമിതിയില്ല. ഒരാഴ്ച മുമ്പേ അമ്മ വിവിധങ്ങളായ പലഹാരങ്ങൾ അമ്മ തന്നെ ഉണ്ടാക്കി ടിന്നുകളിൽ സൂക്ഷിച്ചു വയ്ക്കും. അതിൻ്റെ മണം പോലും ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറ്റിക്കില്ല. ഒപ്പം സദ്യവട്ടങ്ങൾ കൃത്യമായി ചെയ്യും. വീട്ടിലെ കസിൻസ്, അയൽവക്കത്തെ കുട്ടികൾ, അങ്ങനെ. എൻ്റെ അച്ഛനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഉണരണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് ഇന്ന വീട്ടുജോലി, കാര്യങ്ങൾ, പഠനം, അങ്ങനെ എല്ലാത്തിനും ഒരു ക്രമീകരണമുണ്ട്. കളിക്ക് പ്രത്യേകിച്ചും പരിമിതമായ സമയം തരുള്ളൂ. ഇന്ന സമയത്ത് കളിക്കാൻ പോയാൽ ഇന്ന സമയത്ത് തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് താമസിക്കാൻ പറ്റില്ല. ഞങ്ങൾ താമസിക്കുകയില്ല. അപ്പോൾ കളി രസം പിടിച്ച് വരുമ്പോഴായിരിക്കും തിരിച്ചു വരേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഇന്നൊരു വിഷയമേ അല്ല. തീർച്ചയായും അച്ഛൻ എല്ലാ കാര്യത്തിലും അച്ചടക്കത്തിൻ്റെ അച്ചടക്കത്തിൻ്റെയും സത്യസന്ധതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും കൂടി ഒരാളായിരുന്നു. പിന്നെ കോളേജൊക്കെ ആകുമ്പോൾ കോളേജിൻ്റെ ആഘോഷങ്ങൾ ഒരു ദിവസം നമ്മളെ എല്ലാവരെയും പോലെ നമുക്ക് അത്തരം ആഘോഷങ്ങൾ ഇത്രയും ധാരാളിത്തം നമുക്ക് ആ കാലങ്ങളിലില്ലായിരുന്നു. പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം എന്നൊക്കെ പറയുന്ന കണക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം പുതുവസ്ത്രങ്ങൾ കിട്ടും. അപ്പം വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കിട്ടും. പിന്നെ മാമന്മാരും കുഞ്ഞുമാരും എല്ലാവരും ആളാൻ പങ്ക് വാങ്ങിച്ചു തരും.
എല്ലാവരും പൈസ തരും, പോക്കറ്റ് മണിയൊക്കെ കിട്ടും. മൊത്തത്തിൽ കളറാണ് ഓണം. എല്ലാ നാടൻ പൂക്കളും കൊണ്ടല്ലേ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ തൊട്ടടുത്ത തൊടികളിലും വളരുന്ന പൂക്കൾ കൊണ്ടാണ് പൂക്കളം ഇടുന്നത്. അത് എല്ലാ വീട്ടുകാരും ശേഖരിക്കാൻ പോകും. മുമ്പേ കിട്ടാനുള്ള വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ചാടി, അല്ലാത്ത ദിവസം എഴുന്നേക്കാൻ എന്തൊരു പാടാ. ഇതൊക്കെ ആരും വിളിക്കേണ്ട, തന്നെ ചാടി എഴുന്നേറ്റ് നേരം വിളിക്കുന്നതിന് മുമ്പ് ഓടിപ്പോയി പൂക്കളൊക്കെ കൊണ്ടുവന്ന് പൂർത്ത് പൂക്കളം ഉണ്ടാക്കുക. ഊഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലേ വീട്ടിൽ ഊഞ്ഞാൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു മാസം ഊഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ നാട്ടിൽ മുഴുവൻ പേരും ഒരുമിച്ച് കൂടി ഉറിയടി. എനിക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ കൊച്ചുക്ക് വരാത്ത കഷായില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലാത്തിനും ചെയ്യും. അന്നേ നമുക്കൊരു അല്ലേ ഒരു സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് ഉണ്ട്. അത് ഈ കുട്ടികൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ? കൂട്ടത്തിൽ പാടും, അല്ലാതെ സ്വന്തമായിട്ട് പാടാൻ രാഗവും താളമൊന്നും എനിക്കില്ല. ഒറ്റയ്ക്ക് പറ്റില്ല, അതിന് വേണ്ടിയുള്ള താളബോധം ഇല്ല. ചേട്ടൻ പാട്ട് പാടുന്നതല്ലേ ചെറുതായിട്ടല്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. അത്തരത്തിൽ മാവേലി നാടുവാണ പോലെയുള്ള ഒരു സദ്ഭരണവും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ സാധാരണക്കാരുടെയൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ നേരിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ കണ്ണീരൊപ്പാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം മനസ്സിൽ തട്ടിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളുണ്ട്. നമ്മളടുത്ത് രോഗാവസ്ഥയിൽ നിന്നുകൊണ്ട് വരുമാനം ഇല്ലാതെ വന്ന ഒത്തിരി പേരൊക്കെ ചേർത്ത് നിർത്താൻ പറ്റി. കുടിശ്ശിക, ആ ജോലി ചെയ്ത കുടിശ്ശികകൾ, ആനുകൂല്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാതെ ഒത്തിരി ഉണ്ടായിരുന്നു. കുറേയൊക്കെ കണ്ണീരൊപ്പാൻ ഇതിനോടകം തന്നെ കഴിഞ്ഞു. ഇനിയും ഏറെ ചെയ്യുവാനുണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ? കല്യാണം ഒരുപാടുണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് സ്വന്തമായിട്ട് ഓണം ഉണ്ടാക്കേണ്ടത്. മറ്റത് കൂട്ടത്തിൽ ഇപ്പോൾ അമ്മയൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് സഹായിച്ചൊക്കെ നിന്നാൽ മതിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ചേട്ടൻ ഏറ്റവും ഇളയ ആളാണ്. അപ്പോൾ കുടുംബ വീട്ടിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഒക്കെ വരും, എല്ലാ കാര്യങ്ങളും ഒരുക്കി. പാചകമൊക്കെ എങ്ങനെ? പാചകം നന്നായിട്ട് ചെയ്യും എന്നാണല്ലോ ഞാൻ പറയേണ്ടത്. പരീക്ഷിക്കാറുണ്ടോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞതാണ്. നന്നായി പാചകം ചെയ്യും. നന്നായി വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണമെന്നും നല്ല ഭക്ഷണം എനിക്കും മോനും വീട്ടിലെത്തുന്ന എല്ലാവർക്കും നൽകണം എന്നുള്ള ആഗ്രഹവും അതിന് എക്സ്പെർട്ടാണ്. മോൻ അമ്മ വന്നിട്ട് ആഹാരം കഴിക്കുന്നുള്ളൂ തോന്നുന്നു. അത്രയ്ക്ക് സ്നേഹമാണ്. വന്നിട്ട് ഞാൻ വരുമെന്നുള്ളത് കൊണ്ട് വന്നിട്ടാണ് കഴിച്ചത്. അവൻ പറയും എനിക്ക് എൻ്റെ പാചകത്തെക്കുറിച്ച് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം എൻ്റെ അമ്മ എന്തെങ്കിലും കുഞ്ഞൊരു കാര്യം ചെയ്താൽ പോലും അതിന് അപാരമായ ടേസ്റ്റാണ്. ഞങ്ങളെ കസിൻസും എല്ലാവരും പറയും. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് അത്രയും എടുക്കുന്നു. എനിക്ക് പാചകം അങ്ങനെ വലിയ കഴിവൊന്നുമില്ല, പക്ഷേ എന്തും ചെയ്യും. ആ ഒരു ആവശ്യം വന്നാൽ എല്ലാം ചെയ്യും. അങ്ങനെയാണ്, ആവശ്യാനുസൃതമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കിനി ഒരു സദ്യയുടെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. അപ്പം ചേച്ചിക്ക് എങ്ങനെ ചോറാണോ ഇഷ്ടം? ചോറ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറും മീൻകറിയാണ്. പക്ഷേ ഓണത്തിന് ഉത്തരാടവും തിരുവോണവും ഇല്ല, അവിട്ടം തൊട്ട് എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരത്താണ് വടക്കോട്ടൊന്നും അങ്ങനെ ആ ഒരു ശൈലിയില്ല. വടക്കോട്ടൊക്കെ തിരുവോണത്തിനും നോൺ വെജ് ഉണ്ട്. നമുക്ക് തെക്കൻ കേരളത്തിലൊക്കെ തിരുവനന്തപുരം കൊല്ലമൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ്. അപ്പം മന്ത്രിമന്ദിരത്തിലെ വിഭവസമൃദ്ധമായ സദ്യയിലാണ് ബിന്ദു ചേച്ചി, കൃഷ്ണകുമാരേട്ടൻ, മന്ത്രിയുടെ PA സ്റ്റാഫിലുള്ള ലിജോ, ഒപ്പം സുഹൃത്തും ബന്ധുവായ നിബു, അങ്ങനെ എല്ലാവരും ചേർന്നാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, തിരുവോണം ഉണ്ണുന്നത്. എന്തായാലും അടിപൊളി ഫുഡാണ്. നല്ല പരിപ്പും പപ്പടവും, നല്ല കൈപ്പുണ്യമുള്ള ഒരു പാചകക്കാരൻ്റെ സഹായം കൂടി ഇതിനകത്തുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു ഭാഗ്യമാണ്. എന്തായാലും ഒരു മന്ത്രിമന്ദിരത്തിലിരുന്ന് ഈ ഓണസദ്യ ഉണ്ണാൻ കിട്ടിയത് എനിക്കും ഷിജുവിനും കിട്ടിയ നല്ലൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ചേച്ചി, അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം അല്ലേ? ശ്രീമാൻ, ഈ പിന്നെ കറിയുടെ സ്പെഷ്യാലിറ്റി അറിയോ? ഇല്ല ചേച്ചി, ഇത് സോയല്ലേ? അല്ല, ഇത് ഉഴുന്നുവട വെച്ച് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ സതീഷ്. ശരിക്കും ശരിക്കും എല്ലാവരും സോയ മനുഷ്യ സോയേക്കാൾ ടേസ്റ്റ് അല്ലേ? ശരിക്കും ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ്. അപ്പം ഓണസദ്യയൊക്കെ കഴിഞ്ഞില്ലേ? വലിയ വയറ് നിറഞ്ഞു ചേച്ചി, വയറും മനസ്സും. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് സൂപ്പർ കേട്ടോ. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും കഴിഞ്ഞ ഓണത്തിന് മനസ്സിലെന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചോ ഞാൻ അടുത്തോടെ ജയിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല. കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം, കർമ്മഫലം ഈശ്വരൻ തരും എന്നുള്ളത്. നമ്മൾ അന്നന്ന ജോലി ചെയ്ത് അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഇത്തവണ കൊല്ലം കൈവിട്ടില്ലല്ലേ? കൊല്ലക്കാർ ആത്മാർത്ഥമായി നമ്മുടെ പ്രവർത്തനത്തെയും എല്ലാം അംഗീകരിച്ചു. അതാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു
നമ്മുടെ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടിയായാലും ജനങ്ങൾക്ക് വേണ്ടിയായാലും നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടം. വാസ്തവത്തിൽ ബിന്ദുവിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും എന്ന് പറയുന്നതും തെരഞ്ഞെടുപ്പ് വിജയം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെന്ന് പറയുന്നില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരിക്കലും നമ്മൾ അല്ലേ ഒരു വിഷമം അറിയാതെ കാര്യം ഞാൻ പ്രവർത്തിച്ചാൽ മാത്രം മതിയല്ലോ, ബാക്കി എല്ലാ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. പ്രേക്ഷകർക്കായിട്ട് ഈ തിരുവോണദിനത്തിൽ ഒരു ആശംസകളിലൂടെ എല്ലാ പ്രിയപ്പെട്ട ദൂരദർശൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അല്ലേതുമില്ലാതെ ആശങ്കയൊന്നുമില്ലാതെ സന്തോഷവും സമാധാനവും നന്മയും സമൃദ്ധിയും നിറഞ്ഞ ഓണം ആശംസിക്കും. ഒരുമയുണ്ടാകട്ടെ, മനസ്സിൽ സന്തോഷം നിറയട്ടെ. എല്ലാ പ്രേക്ഷകർക്കും തിരുവോണദിന ആശംസകൾ നേർന്നുകൊണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൈക്കാട് ഹൗസിൽ നിന്നും ഷിജു മോഹൻ സീസിനോടൊപ്പം ബി ശ്രീകുമാർ.